ഓരോ കേക്കിനും ഓരോ കഥകൾ പറയാനുണ്ടാവുമല്ലോ. അപ്പം അതുപോലൊരു കഥയായിട്ടാണ്, ഒരു കുഞ്ഞു കഥയായിട്ടാണ് ഞാൻ വന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് കസ്റ്റമർ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പം നമ്മൾ ഫോട്ടോ കണ്ടപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അപ്പം അതിൽ വെച്ച ടോപ്പർ, ബോൾസ്, കംപ്ലീറ്റ് ബോൾസ് എല്ലാം അവൻ ഊരിയെടുത്തിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഊരിയെടുത്തപ്പം ഇത് കൊള്ളാലോ, കുഴപ്പമില്ല. അങ്ങനെ ബാക്കി എല്ലാ ബോൾസും ആശാൻ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയെല്ലാം ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ആശാൻ കേക്ക് മുറിക്കുന്നത്. കസ്റ്റമർ അയച്ചു തന്ന ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. എന്തായാലും പാവം കേക്ക്, അത്രയും ടൈമിൽ ഗമയിൽ നിന്ന കേക്ക് ഒരു നിമിഷം കൊണ്ട് എല്ലാ പാർട്സും ആശാൻ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെ കേക്കിൻ്റെ മേക്കിങ്ങിലേക്ക് കിടക്കാം. ഇത് വരുന്നത് 1 kg റെഡ് വെൽവെറ്റാണ്. ടോളായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം തീം നമുക്കറിയാമല്ലോ, ഈ പറയേണ്ട കാര്യമില്ല. നമ്മളിത് മുകൾ ടോപ്പ് പോർഷൻ നമ്മൾ അങ്ങനെ ഫിനിഷ് ചെയ്യുന്നില്ല. അത് ജസ്റ്റ് നമുക്ക് ഈ ഒരു റെഫറൻസ് പിക്കിലുള്ള പോലെ തന്നെ ജസ്റ്റ് അതേപോലെ ഒന്ന് പെർഫെക്റ്റ് ആകാതെ ഇംപെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ സ്ക്രാപ്പ് റൗണ്ട് നമ്മൾ സൈഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സൈഡിലുള്ള ക്രീമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്ത കേക്ക് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ഫിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ഡെലിവറി ചെയ്യേണ്ട ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പം ചെറുതായിട്ട് കേക്കിലൊരു സ്ക്രാച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ അത് ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുക്കുകയാണ്. അത് ഓൾമോസ്റ്റ് സെറ്റാക്കി അതിന് ശേഷം നമ്മൾ ഡെക്കറേറ്റിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കസ്റ്റമർ നെയിമും ഏജും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇതിൽ വെച്ച് നമ്മൾ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തതാണ് ഈ ടോപ്പർ. പിന്നെ നമ്മുടെ താരം സ്പൈഡർമാന് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഈ ഒരു സ്പൈഡർമാനെ അവിടെ നിന്ന് വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് താഴേക്ക് ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അതവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. ഓക്കെ, സ്പൈഡർമാൻ അവിടെ. അപ്പം അതിലെന്ന് പറയുമ്പം തീമായിട്ട് വരുന്നത് ഒരു റെഡും ബ്ലൂ ഫേസാണല്ലോ. അപ്പം ആ ഒരു ടൈപ്പിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ദെൻ അടുത്ത സൈഡിലും സെറ്റ് ചെയ്യുകയാണ്. സെയിം അതേപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലൂ ബോൾസ്. അപ്പോൾ താഴെ ഒരു ഓൾമോസ്റ്റ് വെച്ച് കഴിഞ്ഞു. ഇനി മുകളിലാണ് സെറ്റ് ചെയ്യണേ. അതും സെയിം കളേഴ്സിലുള്ള ബോൾസ് തന്നെയാണ്. അപ്പോൾ മുകളിൽ ഓൾമോസ്റ്റ് ബോൾസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ മുകളിൽ ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു കസ്റ്റമർ അയച്ചു തന്ന പിക്കിൽ. സോ ആ ക്യാൻഡിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ക്യാൻഡിൽ എന്ന് പറഞ്ഞപ്പോഴാണ് ക്യാൻഡിലും കൂടെ ആശാൻ നൈസായിട്ട് ഊരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വിട്ടുപോയതാണ്. ഡിസൈൻ ചെയ്ത ടോപ്പർ ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കണം ഇതിന് മുകളിലായിട്ട്. അപ്പോൾ ഇതെവിടെയാണ് വരിക, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ നമുക്കത് സ്ക്വയർ വെച്ചിട്ടത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ടോപ്പർ അതിൽ കറക്റ്റ് പ്ലേസിലാക്കിയിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. താഴെ റോഡാണ്, അതുകൊണ്ടാണ് ആളുകളും വണ്ടികളൊക്കെ പോകുന്നത് കാണുന്നത് കേട്ടോ. നമ്മൾ കറക്റ്റായ ഒരു പ്ലേസിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ബോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ടോപ്പറും കൂടെ വെച്ചപ്പം ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. നമ്മളുടെ സ്പൈഡർമാൻ്റെ ബാക്കിലായിട്ട്, മീൻസ് സ്പൈഡർമാൻ ബാക്കിലല്ല, സ്പൈഡർമാൻ്റെ ഒരു പാർട്ടിലായിട്ട് കുറച്ച് വെബും വരയ്ക്കാനുണ്ട്. പിന്നെ ഒരു വാള് പോലെയുള്ളൊരു ടെക്സ്ചറും കൂടെ വരയ്ക്കാനുണ്ട്. ഓക്കെ, സോ നമ്മൾ കറക്റ്റ് ബ്ലാക്കുള്ള കളർ നമ്മുടെ അടുത്തില്ലായിരുന്നു. അപ്പം റിച്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ് യൂസ് ചെയ്തത്.
അതൊന്ന് ജസ്റ്റ് വെബ് വരച്ചു കൊടുക്കുകയാണ്. മീൻസ് ഒരു കളറിൽ ഡിപ്പ് ചെയ്തിട്ട് വെബ് വരയ്ക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഒരു വെബ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് സ്ക്വയർ കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ആ ഒരു കളർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് വരയ്ക്കുകയാണ് കേട്ടോ. ഫൈനലി വെബ് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി വോള് ഒരു ടെക്സ്ചറാണ് അടുത്ത് വരയ്ക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് ഒരു വാളിൻ്റെ അവിടെ നിന്ന് സ്പൈഡർമാനായി ഒരു വെബ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു മോഡലാണ് അവിടെ നിൽക്കുന്നത് സ്പൈഡർമാന്. ഓക്കെ, അങ്ങനെ നമ്മൾ വാളിൻ്റെ അത് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ ടോപ്പിൽ വൈറ്റ് ഷുഗർ ബോൾസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്യാൻഡിൽ, അപ്പോൾ അതിൻ്റെ സ്പോട്ടിൽ ഒന്ന് ജസ്റ്റ് വെക്കുന്നുണ്ട്. അല്ലെ അവിടെ ഒരു ഹോള് പോലെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. സോ അതൊന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് റെഫറൻസ് പിക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് ഒരു ചെറിയ പണിയും കൂടെ ബാക്കിയുണ്ടെന്ന് കണ്ടത്. അപ്പം അതിൻ്റെ മുകളിലൊരു ഔട്ട്ലൈൻ പോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഗായ്സ്, പാക്കിംഗ് വീഡിയോ ജസ്റ്റ് മിസ്സായിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ. അടുത്ത മേക്കിംഗ് ആൻഡ് ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.